നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. നാം എല്ലാം മലയാളികളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളമാണ് നമ്മുടെ ജന്മദേശം. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളി എന്ന ആ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നവരാണ് നാം എല്ലാം. എന്നാൽ നമ്മിൽ എത്ര പേർ കേരളത്തിൻ്റെ കുറച്ചു ഭാഗമെങ്കിലും കണ്ടിട്ടുണ്ട്? കേരളം കാണൂ എന്ന ഈ സ്പെഷ്യൽ യൂറോപ്പ് മലയാളി ജേണലിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ യു കെയിലെത്തിയിട്ട് ഏതാണ്ട് 35 വർഷത്തോളമാകുന്നു. നമ്മൾ ഹോളിഡേ എന്ന് പറയുമ്പോഴത്തേക്ക് യൂറോപ്പിലും സിംഗപ്പൂരിലോ ദുബൈയിലോ അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലാണ് നമ്മൾ ഹോളിഡേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കേരളത്തിൽ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മളൊരിക്കലും അത് നമ്മളെ മനസ്സിൽ വരാറില്ലല്ലോ. കേരളം കാണൂ എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് തുടങ്ങുന്നത് കോഴിക്കോട് നിന്ന് ചുരം കയറി, താമരശ്ശേരി ചുരം കയറിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ നമുക്ക് കുതിരവട്ടം പപ്പുവിൻ്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അത്ര മനോഹരമായ സ്ഥലമാണ് വയനാട്. നമ്മൾ വയനാട്ടിൽ വരുമ്പോൾ താമസിക്കാൻ നല്ലൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ ഞാൻ ഈ വൈത്തിരി വില്ലേജിനെ കുറിച്ചിട്ട് ധാരാളം കേട്ടിട്ടുണ്ട്. നമുക്ക് ഏതായാലും വൈത്തിരി വില്ലേജിലേക്ക് പോകും. നമ്മൾ ഹോളിഡേ തുടങ്ങുന്നത് നമ്മൾ നല്ലൊരു താമസ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഹോളിഡേ ആവും. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ട ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് വൈത്തിരി വില്ലേജാണ്. നമ്മൾ വൈത്തിരി വില്ലേജിലെത്തി. വൈത്തിരി വില്ലേജിൻ്റെ MD ശ്രീ NK മുഹമ്മദ് നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. ഏതായാലും ഞങ്ങളെ റിസീവ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. വയനാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. യൂറോപ്പിലെ മലയാളികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്, യൂറോപ്പ് മലയാളി ജേണൽ. യൂറോപ്പിലുള്ള ആൾക്കാർ പലപ്പോഴും കേരളത്തിൽ വരുമ്പോൾ അവരുടെ വീട്ടിലങ്ങ് താമസിക്കുകയും അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ പോവുകയും കേരളം കാണാറില്ല. അപ്പോൾ വയനാടിൽ എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ളത്? വയനാടിനെ ഐഡന്റിഫൈ ചെയ്തേക്കണ 9th റാങ്കാണ് വേൾഡിൽ. ഓക്കെ. ലോകത്തിലെ 9ാമത്തെ റാങ്കുള്ള സ്ഥലമാണ് വയനാടിനെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഇത് 9ാം സ്ഥാനത്തുണ്ട് ലോകത്തിൽ. താങ്കൾ ഇതിൻ്റെ MD, ഞാൻ നേരത്തെ കാർഡ് തന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ചോദിച്ചോട്ടെ. അതിൽ സാധാരണ എല്ലാവരും മാനേജിങ് ഡയറക്ടർ എന്നാണ് എഴുതാറുള്ളത്. ഇതിൽ NK മുഹമ്മദ് മാനേജിങ് വർക്കർ എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ വ്യത്യാസം? അതിൽ നമ്മൾ പ്രത്യേകം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമ്മൾ വർക്ക് വിത്ത് എ വർക്കർ എന്നാണ് പോളിസി. ഓക്കെ. നമ്മൾ ഒരു ഓണറും വർക്കറും കൂടി ആയിരിക്കണം, എന്നാലേ പ്രോജക്റ്റ് സക്സസ് ആകാൻ പറ്റും. പ്രത്യേകിച്ച് ടൂറിസം പോലെ ഇൻഡസ്ട്രിയിൽ, ടൂറിസം ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല ആള് കൃഷ്ണനായർ തന്നെയാണ്. യാതൊരു സംശയവും. അയാൾ തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റ് ആണ്. പക്ഷേ നമ്മൾ കാണുമ്പോ ഈ ആൾക്കാരെ നമ്മൾ എങ്ങനെ കോൺഫിഡൻസ് എടുത്താലും അവർ കേരളീയന്റെ സ്വഭാവമുണ്ട്. അവൻ പുറത്തു പോയാൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇവിടെ വരുമ്പോ എല്ലാവർക്കും വിചാരം എനിക്ക് മുതലാളിയാവണം, എല്ലാവരും മുതലാളിയാണ്. അപ്പൊ ഞാനും കൂടി ഒരു തൊഴിലാളിയായി കഴിഞ്ഞാൽ മുതലാളിയില്ല. അത് നല്ലൊരു കൺസെപ്റ്റാണ്. ബിസിനസ് ചെയ്യുന്ന പലരും
വിഷമിക്കുന്ന ഒരു മേഖലയാണത്. എന്തുകൊണ്ട് ഒരു നമ്മളോടൊപ്പം നമ്മൾ പറയുന്നത് മനസ്സിലാക്കി ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലേ? മാനേജിങ് വർക്കർ അത് പുതിയൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് ഇത് സക്സസ് ആക്കാൻ പറ്റിയല്ലേ? സക്സസ് ആക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ വയനാട്ടിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്. പക്ഷേ ഇതിനെ ഓൺലി കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് 5 സ്റ്റാർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താ വേണ്ടത്, ഗസ്റ്റിന് ഡിമാൻഡ് എന്താണ്, അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കണം. അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. എല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് ബി കം ഫ്രം അവർ ഹാർട്ട്. എന്നാലേ നമുക്ക് ഈ ഗസ്റ്റിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഗസ്റ്റിന് അത് സിൻസിയർ ആണോ അതോ അവരെ അഭിനയിക്കുകയാണെന്നുള്ളത്. ശരിക്കും നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഒരുവിധ ആൾക്കാർ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാം ഇറ്റ് ഈസ് ഫ്രം ദെയർ ഹാർട്ട്. സിൻസിയറായിട്ട് ചെയ്തു തോന്നുന്നു. ഇതിനകത്ത് തന്നെ ഒരു ഹോളിഡേ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് വേണ്ടത്. ഇപ്പം ഡിസ്കവറി ചാനലിൽ വരുന്ന പല പ്രോഗ്രാമും, അതായത് സിപ്പ് ലൈൻ, കയാക്കിംഗ്, ആർച്ചറി, ഇതൊക്കെ ഇൻ്റർനാഷണൽ ആർച്ചറി ഇവിടെയാണ്. ഇവിടെയാണ് നമ്പർ 1 ആർച്ചറി ഉള്ളത്. ആർച്ചറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കുറേ ആൾക്കാർ നാഷണൽ ലെവലിലേക്കൊക്കെ വന്നിട്ടുള്ളത് വയനാട്ടിലാണ്. വൈത്തിരി വില്ലേജ് വരുന്ന ഗസ്റ്റുകൾക്ക് വയനാടിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ചെമ്പ്രാമലയിലെ ഒരു കൈവഴി ഒഴുകി ഇവിടെ വരുന്നുണ്ട്. അതിൽ കയാക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് കയാക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വയനാട് വന്നിട്ട് ഒരു ചെറിയ അഡ്വഞ്ചറെങ്കിലും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ആന, കടുവ എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് വലിയ വന്യമൃഗങ്ങളുടെ ഇടയിലൊന്നും പോകാൻ നമുക്ക് വയ്യ. അതുകൊണ്ട് ഇതൊരു ചെറിയ കയാക്കിംഗ് എന്ന് പറയുന്ന വിനോദമാണ് വൈത്തിരി വില്ലേജിൽ തന്നെ അവരൊരുക്കിയിട്ടുണ്ട്. വളരെ വർഷങ്ങളായിട്ട് പല പ്രാവശ്യം കേരളത്തിൽ നമ്മൾ ഹോളിഡേക്ക് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വരുന്ന കൂടുതൽ സമയവും ഇതിപ്പോൾ എൻ്റെ കാര്യമോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യമോ ആണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ നാട്ടിൽ വരുന്നത് ഒന്നുകിൽ നമ്മൾ അടച്ചിട്ടിരിക്കുന്ന വീടിൻ്റെ പെയിൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ പുരയിടങ്ങളുടെ ചെറിയ തർക്കങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ മതിൽ കെട്ടാനോ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മോടൊപ്പം കുട്ടികളെല്ലാം കൂടെ വരുന്നത്. നമ്മളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മുടെ അടുത്ത ജനറേഷനിലുള്ള കുട്ടികളെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല. അവരെ നമ്മൾ ഹോളിഡേക്ക് എന്ന് പറഞ്ഞിട്ട് 5 ആഴ്ചയോ 4 ആഴ്ചയോ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ ഇരുത്തുകയും ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയും ആഹാരം കഴിക്കുകയും ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യാറുള്ളത്. കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ 10 ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അതിലുണ്ട്. അതിൽ വയനാടെന്ന് പറയുന്നത് മാത്രം ലോകത്തിലെ 9ാമത്തെ ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വയനാടെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ കുട്ടികളെ കുറച്ച് സമയമെങ്കിലും കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും കേരളത്തിൽ വരാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ അവർ കേരളത്തിൽ പോകണം എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഒന്നുകിൽ വീട് പെയിൻ്റ് അടിക്കാനാണ്, അല്ലെങ്കിൽ മറ്റു പുരയിടത്തിന് മതിൽ കെട്ടാനാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വെറുതെ പോയി ആഹാരം കഴിക്കാനാണ്. പോകണ്ടെന്നല്ല, ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും വീട്ടിലെല്ലാം പോകണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ കേരളം എന്താണെന്ന് കാണിക്കണം. കേരളം ഇത് മാത്രമല്ല, വയനാട് എന്ന് പറയുന്നത് ചെറിയ ഭാഗം മാത്രമാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ കൊടുത്താൽ തന്നെ അവരൊരു കേരളത്തിലെ ഒരു ഹോളിഡേ എന്ന് പറയുമ്പം അവർക്ക് എന്നും ഓർമ്മ കാണും. ആ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും കേരളത്തിൽ പോകണം. അപ്പോൾ നമുക്ക് ആ ഹോളിഡേക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടാകും. അതും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യൂറോപ്പ് മലയാളി ജേണലിൽ കേരളത്തിൽ വെച്ചിട്ടുള്ള ഇത്തരം പ്രോഗ്രാമുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത്രയും
എത്ര ഏക്കറുണ്ട്? 22 ഏക്കർ. 22 ഏക്കർ സ്ഥലത്ത് 22 ഏക്കർ സ്ഥലത്ത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ എങ്ങനെ തോന്നി? അത് ഞാൻ ആദ്യം 91-ല് അന്ന് പത്മകുമാർ സാർ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് അന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയും കേരളത്തിലെ ഇൻഡസ്ട്രി തുടങ്ങാൻ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുക്കുകയും ചെയ്തു. എന്നോട് പറഞ്ഞു കേരളത്തിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങണ്ട, യു ഗോ ഫോർ ഹോസ്പിറ്റാലിറ്റി. അങ്ങനെ ഞാൻ ഇതിൽ വന്നത്. അങ്ങനെ പത്മകുമാർ സാറിൻ്റെ അഡ്വൈസ് അനുസരിച്ചാണ് ഞാൻ ഇതിൽ തുടങ്ങിയത്. ഇതെന്നല്ല, ഞാൻ ഫസ്റ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കണം തോന്നി. ആദ്യം സ്കൂളാണ് തുടങ്ങി. ഫണ്ടമെന്റലായിട്ട് വാട്ട് ഈസ് റിക്വയർഡ് ഇത് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ഒരു സ്കൂളാണ്. ആ സ്കൂൾ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ടൂറിസത്തിലേക്ക് വന്നത്. വയനാട് എന്ന് പറഞ്ഞാൽ വയൽനാട്, അത് വയലും പ്രത്യേകിച്ച് വയനാടിൻ്റെ പ്രകൃതി മൂന്നാറിലോ മറ്റോ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. ബെസ്റ്റ് ടെർമറിക് വയനാടാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മഞ്ഞൾ വയനാട്ടിലാണ്. നമ്മൾ പറയാറുണ്ട് വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ പാട്ടിലുണ്ടല്ലോ. അതുകൂടാതെ നമ്മൾ കണ്ടിട്ടുള്ള വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കോഫി, നല്ല കോഫി വയനാടാണ്. കൂടുതൽ ട്രൈബൽസ് ഉള്ള വയനാടാണ്. കൾച്ചർ നല്ല വയനാടിൻ്റെയാണ്. പിന്നെ ക്ലൈമറ്റ് ബേസ് എല്ലാം കൊണ്ടും വയനാട് എന്ന് വെച്ചാൽ ഐഡിയ ക്ലൈമറ്റ്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെ എക്സ്ട്രീംസ് ആണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയെന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. എന്നിരുന്നാലും ഇപ്പോൾ പ്ലസന്റ് ക്ലൈമറ്റാണ്. വൈത്തിരി വില്ലേജിലെ ഗസ്റ്റ് റിലേഷൻസിലെ പ്രശാന്ത് നമ്മളോടൊപ്പം ഉണ്ട്. പ്രശാന്ത്, ഇവിടെ എത്ര റെസ്റ്റോറൻറ്റുകളാണുള്ളത്? സോ നമുക്കിവിടെ 4 റെസ്റ്റോറൻ്റ് ആണുള്ളത്. ഒന്ന് സ്കൈ റെസ്റ്റോറൻറ്റ്, സെക്കൻഡ് വൺ ടീ ഗാർഡൻ റെസ്റ്റോറൻറ്റ്, സ്പൈസ് ഗാർഡൻ, സ്പൈസ് ബോൾ, ആൻഡ് തേർഡ് വൺ ഫോർത്ത് വൺ ഈസ് അവർ ബോട്ട് റെസ്റ്റോറൻറ്റ്. നമ്മൾ ബോട്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ബോട്ടിൻ്റെ ആകൃതി കൊണ്ട് വെള്ളമൊക്കെ നിറയ്ക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ഒരു റിയൽ ബോട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്ന ഫീൽ ഉണ്ടാവും അല്ലേ? സാധാരണ ഇവിടെ ഈ ബോട്ട് റെസ്റ്റോറൻറ്റിൽ നമ്മൾ സാധാരണ ഗസ്റ്റിന് വേണ്ടിയുള്ള കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നുള്ള ഫംഗ്ഷൻ നടത്താറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഗസ്റ്റ് നമ്മൾ ഈ ബോട്ട് റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സമയങ്ങളിലും ഗസ്റ്റിനോട് വന്നിട്ട് ഇരിക്കാനും റിലാക്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരൊക്കെ വരാറുണ്ടല്ലോ ധാരാളം. ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ടാവാറുണ്ട്. അവർക്ക് ഈ ബോട്ട് റെസ്റ്റോറൻറ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്താറുണ്ട്? അവർക്ക് നമ്മൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഫുൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടും മാക്സിമം അവർ ഹാപ്പി ആവുന്ന, അവർക്ക് എന്താണോ അവർക്ക് ആവശ്യം, ഇവിടെയാണോ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ അവർ ചെയ്തു കൊടുക്കും. അല്ല, ബേസിക്കലി അവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഈ വൈത്തിരി വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ പുറത്തൊന്നും പോകണമെന്നില്ല, എല്ലാം കാടും മലയും കുന്നും എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം, എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. ഒരുപാട് അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസ് ആണ്, ആർച്ചറി, സിപ്പ് ലൈൻ, അതുപോലെ കയാക്കിംഗ്, അങ്ങനെ കുറെ പുതിയൊരു ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ സ്പാ എന്നുള്ള ലോകോത്തരമായിട്ടുള്ള മസാജ് നമ്മുടെ അതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.
കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ കുറച്ച് സ്ഥലങ്ങൾ അടർത്തിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഈ വയനാട് ജില്ല. 1980 നവംബർ 1 ഈ വയനാട് ജില്ലയുടെ രൂപീകരണം ഉണ്ടായത്. ഇതെല്ലാം വൈത്തിരി വില്ലേജിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊരു മരത്തിൻ്റെ മുകളിലാണ്, അതിലൂടെയുള്ള ഒരു ചെറിയ റോപ്പ് വേ ആണ്. വയനാട് വന്നിട്ട് ഒരു കുറച്ച് അഡ്വഞ്ചറെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അതെ, അതായത് 20% ആദിവാസികളാണ്. ഇവിടെ 9 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. അതിൽ 20% ആദിവാസികളാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര ബാക്കി ബാലൻസോട് ഇവിടെ ഉള്ളൂ. അതിൽ കുറേ കുടിയേറ്റക്കാർ, സൗത്തിൽ നിന്ന് വന്ന ആൾക്കാർ, നോർത്തിൽ നിന്ന് വന്ന ആൾക്കാർ, കണ്ണൂർ, തലശ്ശേരി ആ ഭാഗത്ത് നിന്ന് വന്ന ആൾക്കാർ, പിന്നെ ഇവിടെ കുറേ ജൈന്മാരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഇവിടുത്തെ ആൾക്കാർ. പിന്നെ വയനാടിന് ഒരു പുരോഗതി ഈ കൃഷി ആശ്രയിച്ച്, പ്രത്യേകിച്ച് പെപ്പർ, തന്നെ കോഫിയാണ് നമ്പർ 1 ഇവിടെ. അത് കഴിഞ്ഞ് കൊച്ചി തേയില, മൂന്നാർ മാതിരി അത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. അല്ല, ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അന്ന് ഇംഗ്ലീഷുകാർ ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് പോവാൻ ഈ ചുരമൊക്കെ ഉണ്ടാക്കിയത്. അതെ അല്ലേ? അതെ. ഇത് കുറച്ച് കൊണ്ടുപോയി കാശുണ്ടാക്കിയ ആൾക്കാരാണ്. അതെ, ഷുവറായിട്ട് ഇതിനെ കൊള്ളയടിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇത് കണ്ടുപിടിച്ച് മുതലാക്കി കൊണ്ടുപോയത് അവരാണ്. പോയതിന് ശേഷം ആ സാധനങ്ങൾ ഇവിടെ തന്നെ കാണുമല്ലോ. ഇപ്പൊ ഇത് ആരെങ്കിലും ഒക്കെ മുതലാക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ടൂറിസംകാർ ഇതിനെ നശിപ്പിച്ചിട്ടില്ല. ഇല്ല, നശിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റിയൽ എസ്റ്റേറ്റുകാർ അവർ വന്നിവിടെ ഭൂമി വാങ്ങിക്കൂട്ടുക, അതാണ് ചെയ്യുന്നത്. ടൂറിസംകാർ ഒരിക്കലും ഒരു മരം വെട്ടി അങ്ങനെ ടൂറിസം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല അതിൻ്റെ കളി. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഭൂമാഫിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മാഫിയ എന്ന് നമ്മൾ ടൂറിസം മാഫിയ എന്ന് നമ്മളെ പറ്റി കുറ്റം പറയും. എനിക്കത് കേൾക്കുമ്പോൾ വേദനയാണ്. ടൂറിസം മാഫിയ എന്ന് ഒരിക്കലും ഉപയോഗിക്കരുത്. ടൂറിസം കൊണ്ട് ആരും നന്നായിട്ടില്ല. അതെല്ലാവരും അതെ, എല്ലാവരും അധ്വാനിച്ചിട്ട് ഇനിയിപ്പോൾ ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തവരും ഒരു ഹോം സ്റ്റേ ആണെങ്കിൽ അവൻ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ പോളിസി. ടൂറിസം യഥാർത്ഥത്തിൽ പ്രകൃതിയെ നന്നാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയപ്പോൾ സമയത്ത് തന്നെ ഇവിടെ എത്ര മരങ്ങളുണ്ടായെന്ന് ഞങ്ങൾക്ക് കണക്കറിയാം. ഞാൻ എൻ്റെ കോണ്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എത്ര അതിൻ്റെ 10 ഇരട്ടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ടൂറിസത്തിന് താങ്കൾ ഇത് തുടങ്ങിയതിൻ്റെ 10 ഇരട്ടി മരങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന പ്രകൃതിയൊക്കെ സ്നേഹിക്കുകയല്ലേ? ഇവിടെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടൊരു മരം വെപ്പിക്കുന്ന പരിപാടി അതുണ്ട്. അത് ഞാനിവിടെ ഫസ്റ്റ് ഗസ്റ്റ് US എന്നുള്ള ഗസ്റ്റാണ്. അദ്ദേഹത്തിനും കൊണ്ടൊരു മരം നടിയിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ കറസ്പോണ്ടൻസ് നടത്താണ്. അല്ല, അദ്ദേഹത്തിന്റെ മരം എത്രത്തോളം ആയെന്നാണ് ഞങ്ങൾ മെയിലിൽ കൂടെ അയച്ചു, അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. നിങ്ങളെ മരം എത്ര ആയിട്ടുണ്ട്, അത് ഇനി ഇത്ര വളരണം. അല്ല, അത് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇവിടെ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ മരങ്ങൾ നിൽക്കുന്നതാണല്ലോ കാണാവുന്നത്. അപ്പൊ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല എന്നുള്ള സത്യമാണ് അല്ലേ? ടൂറിസം എന്ന് പറയുന്നത് പ്രകൃതി നശിപ്പിച്ചുകൊണ്ട് ആരും ചെയ്യില്ല. ഞാനിവിടെ വന്ന് ഇപ്പൊ ഇത് 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ വയനാട് 5 സ്റ്റാർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഏതൊരു ലോകത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. വയനാട് എന്ന് പറയുമ്പോൾ നമ്മൾ കാടും വനങ്ങളും ആദിവാസികളും എന്ന് പറഞ്ഞ് വരുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടി 22 ഏക്കറിൽ എത്ര മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. എന്താണ് ഈ രണ്ടിൻ്റെയും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ? അതായത് ഇപ്പം നമുക്ക് ചിലർക്ക് കാട് കാണുന്നുണ്ടാവും. ആദ്യം പറഞ്ഞ പോലെ ഒരു സ്റ്റേ വേണം. തീർച്ചയായിട്ടും ഒരു ബേസിക് എവിടെ ഹോളിഡേക്ക് വന്നാലും ഒരു സ്റ്റേ വേണം. ആ സ്റ്റേ ഇല്ലാതെ നമുക്ക് കാട്ടിൽ പോയി സ്റ്റേ ചെയ്യാൻ പറ്റില്ല. മൃഗങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം മൃഗങ്ങളെ പേടിക്കാൻ വേണം. നമുക്ക് സ്റ്റേ കംഫർട്ടബിൾ ആവണം. വേണമെങ്കിൽ മൃഗങ്ങൾ ഇവിടെ 5 വൈൽഡ് സാഞ്ചുറീസ് അടുത്തുള്ള സ്ഥലമാണിത്, വയനാട് എന്ന് പറഞ്ഞു. എന്തായാലും രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം. റൂമുകളുമെല്ലാം മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. ഇതിനകത്ത് പൂളുണ്ട്.
വൈത്തിരി വില്ലേജിൽ വരാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വളരെ സന്തോഷമുള്ളതാണ്. പിന്നെ താങ്കളെപ്പോലെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും അതിനോടൊപ്പം അങ്ങ് അവസാനം വരെ നിൽക്കാതിരിക്കുകയും എൻ്റെ സത്ത് ആസ്വദിക്കാൻ വേണ്ടി ഓടി നടന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നതിനിടയിൽ പലപ്പോഴും പല ബിസിനസ്സുകളും പൊളിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ താങ്കൾ ഇനിയും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ താങ്കളുടെ അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? എൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്. നമുക്കൊക്കെ ആവശ്യം എന്താ? നമുക്കൊക്കെ സുഖമായ മരണം. അതാരും കാണുന്നില്ല. എല്ലാവരും പവറിൻ്റെയും പൈസയുടെയും പിന്നാലെ പോകുന്നു. അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പവറും വേണ്ട, പൈസയും വേണ്ട, ലാസ്റ്റ് സീറോ ബാലൻസ് വെച്ച് ഒരു സുഖമായ എൻഡ്. ഇതാണ് എൻ്റെ ആവശ്യം. നമ്മൾ ആർക്കും ഒന്നും കൊടുക്കാനുമില്ല. നമ്മൾ ആർക്കും ഒരു ലയബിലിറ്റിയും വെക്കാതെ നമ്മൾ ആർക്കും സമ്പാദിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോയി നമ്മളെ വരും തലമുറക്ക് കഴിയുമെങ്കിൽ അവരത് കൊണ്ടുനടക്കട്ടെ. അല്ലെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പ്, അതായത് ഗോൾഡൻ വില്ലേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ കൂടെ ആൾക്കാർക്ക് ഇതിൽ കൂടെ കടന്നു പോട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഗോൾഡൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇനി അടുത്തത്. അതെ, അത് സ്റ്റാർട്ട് ചെയ്ത് അത് ഇവിടെ തന്നെ ഒരു ഭാഗം, അതിൻ്റെ ഗോൾഡൻ വില്ലേജിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ വന്ന് അത് ആസ്വദിക്കാനും മരിക്കാനും അത് കഴിഞ്ഞ് അവരുടെ ഡെഡ് ബോഡി അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കാനും ഉള്ള അധികാരം നമ്മൾ ഈ ഒരു ട്രസ്റ്റിനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിൽ പ്രോഫിറ്റ് വരാണെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് തന്നെ ഇതേമാതിരി ഓൾഡ് ഏജ് വരുന്ന ആൾക്കാരെ അവർക്ക് അത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ്, അതായത് ഒരു റിട്ടയർമെന്റ് ഹോം പോലെ ആക്കി എടുക്കുന്നതാണ് ഈ ഗോൾഡൻ. അതായത് വിദേശത്തും മറ്റോടത്തൊക്കെ ഉള്ളവർക്ക് ഇപ്പം എവിടെ പോലും മരിച്ച ആളെ കാണാൻ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് കാര്യമില്ല. ഇപ്പം സ്കൈപ്പിലൊക്കെ എല്ലാവർക്കും കാണാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അവരെവിടെ വെറിയലും ഞങ്ങൾ അവരെ നിർദ്ദേശപ്രകാരം ചെയ്യും. എല്ലാം അവർക്ക് എന്താണ് ഒരാളെ ലൈഫ് 1, 2, 10 കൊല്ലം പ്രൊലോങ്ങായിട്ട് യാത്ര നല്ലത്. പ്രൊലോങ്ങായിട്ടിട്ട് കാര്യമില്ല. രോഗിയായിട്ട് കിടക്കാൻ പാടില്ല. ആ രോഗിയായിട്ട് കിടക്കുന്നതിന് പകരം ഉള്ള കാലം സന്തോഷമായിട്ട് ആരോഗ്യമായിട്ട് ജീവിക്കാൻ. പ്രായമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് സന്തോഷമായിട്ട്, അതായത് ഒരു ഹോളിഡേ റിസോർട്ടിൽ താമസിക്കുന്ന സൗകര്യങ്ങൾ, 5 സ്റ്റാർ ഫെസിലിറ്റി, എനി ഫുഡ് അറ്റ് എനി ടൈം. ആ ഡോക്ടർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അവർക്ക് വേണ്ട ഈവനിങ്ങിലായാലും അവരെന്തൊക്കെ ചെറുപ്പക്കാർ ചെയ്യുന്നു. അത് അതിൻ്റെ പേര് ഗോൾഡൻ ഏജ് എന്നാണ് അതിൻ്റെ പേര്. ഗോൾഡൻ ഏജ്. നമുക്ക് 4 കാലമുണ്ട്: ശൈശവം, ബാല്യം, യൗവനം, വാർദ്ധക്യം. ഈ വാർദ്ധക്യത്തെ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് മാറ്റാന്നുള്ളതാണ് എൻ്റെ പോളിസി. ഏതായാലും താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം തന്നതിന് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ ഈ പ്രോജക്റ്റും ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റും എല്ലാം വളരെ സക്സസ് ആവട്ടെ എന്ന്. താങ്ക് യു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. വയനാടിൻ്റെ മനോഹരമായ മറ്റു കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.